കേരളത്തിൻ്റെ നിയമസഭാ സമ്മേളനം ഈ ജനുവരി മധ്യത്തോടു കൂടിയിട്ട് ആരംഭിക്കും എന്നാണ് കരുതുന്നത്. ഈ സഭാ സമ്മേളനത്തിൽ വരാൻ പോകുന്ന ഒരു പ്രധാന ബില്ല് 1961 വനനിയമ ഭേദഗതി ബില്ലാണ്. 1961 വനനിയമങ്ങളാണ് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലുൾപ്പെടെ പ്രാവർത്തികമാക്കി വരുന്നത്. ഈ നിയമത്തിൻ്റെ ഒരു പ്രധാന വിഷയങ്ങളും അതിൽ അധിഷ്ഠിതമായിട്ടുള്ള നിയമങ്ങളുമൊക്കെ കേന്ദ്ര വന നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ വലിയ ഭേദഗതികൾ സാധാരണ വരുത്താറുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനങ്ങളുടെ ചില പ്രത്യേക കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളാണ് വരുത്താറുള്ളൊരു പോസിബിലിറ്റി ഉള്ളത്. കേരളം നമ്മൾക്കറിയാം, കേരളത്തിലെ 430 പഞ്ചായത്തുകൾ വനാതിർത്തികൾ പങ്കിടുകയോ അല്ലെങ്കിൽ വനങ്ങളാൽ ചുറ്റപ്പെട്ടതോ ആയിട്ടുള്ള പഞ്ചായത്തുകളാണ്. ഏകദേശത്തെ കണക്ക് 1,30,00,000 ജനങ്ങൾ ഈ 430 പഞ്ചായത്തുകളിലായി വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മലയോര മേഖലയിൽ വരുന്ന ഈ പഞ്ചായത്തുകൾ നമുക്കറിയാം, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരും പ്രത്യേകിച്ചും കർഷകരും മലയോര കർഷകരും അടങ്ങുന്ന ഇടത്തരക്കാരും സാധാരണക്കാരുമായ ജനങ്ങൾ ജീവിക്കുന്ന പ്രദേശമാണ്. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ പരിമിതിയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഇന്ന് കേരളമാണ്. പടിഞ്ഞാറ് അറബിക്കടലാണ്, കിഴക്ക് പശ്ചിമഘട്ടമാണ്. ഈ രണ്ടിൻ്റെയും ഇടയിൽ ഒരു നേർരേഖ പോലെയാണ് കേരള സംസ്ഥാനം കിടക്കുന്നത്. പടിഞ്ഞാറ് CRZ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നിയമങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത് പോലെ തന്നെയാണ് കിഴക്കുള്ള പശ്ചിമഘട്ടത്തിലെ വനമേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട നിത്യ വിഷയങ്ങൾ. അതിലേറ്റവും വലിയൊരു വിഷയമായി ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് വന്യമൃഗങ്ങളുടെ ശല്യമാണ്. വന്യമൃഗങ്ങൾ മാത്രമല്ല, കുരങ്ങും പന്നിയും മയിലും ഉൾപ്പെടെയുള്ള കാട്ടിൽ ജീവിക്കുന്ന എല്ലാ ജീവികളിൽ നിന്നും ഈ മേഖലയിലെ മനുഷ്യർ അങ്ങേയറ്റത്തെ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണത്തിന് കണക്കാണ് ഒരു സംസ്ഥാനത്ത് ഒരു വർഷം ഈ മലയോര മേഖലയിൽ വന്യജീവികളുടെ, പ്രത്യേകിച്ചും ആനയുടെയും കടുവയുടെയും കാട്ടുപോത്തിൻ്റെയും പന്നിയുടെയും ആക്രമണത്തിൽ ആളുകൾ മരിച്ചു പോകുന്നു. ഈ വർഷം ഏകദേശം 400ഓളം ആളുകൾ 22-23 കാലഘട്ടത്തിൽ 341 ആളുകൾ മരണപ്പെട്ടതിൻ്റെ കണക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഈ ആഴ്ച നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇന്നലെ അടക്കം ഈ പറയുന്ന ഇടുക്കി ജില്ലയിലെ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പച്ചാപ്പകൽ 3 മണിക്ക് ആന ചവിട്ടി കൊന്നിരിക്കുകയാണ്. അതിൻ്റെ 5 ദിവസം മുമ്പാണ് കോതമംഗലത്ത് എൽദോ എന്ന് പറയുന്ന യുവാവിന് ഈ വൈകുന്നേരം 7 മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നടു റോഡിൽ ചവിട്ടിക്കൊള്ളുന്നത്. ഇവിടെ മനുഷ്യർ കാടുകളിൽ പോയിട്ട് വന്യമൃഗങ്ങളെ ആക്രമിക്കുകയല്ല. കാട്ടിലിരിക്കുന്ന വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരെ ഈ രീതിയിൽ കൊല ചെയ്യുകയും ഉപദ്രവിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും നിരന്തരമായി ഇത് തുടരുകയാണ്. ഇതിനെതിരെ കേരളത്തിൽ ഒട്ടനവധി പ്രതിഷേധങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഇന്ന് വരെ ഈ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുള്ള ഉത്തരവാദിത്വം 1% പോലും നിർവഹിക്കാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മന്ത്രിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഇല്ല എന്ന് വെളിവാക്കുന്ന പച്ചയായി കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞ മന്ത്രിയാണ്. 6 മാസം മുമ്പ് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ നമുക്കറിയാം, വയനാട്ടിൽ ഒരു യുവാവിൻ്റെ പിന്നാലെ ഓടി വന്ന ആന മുറ്റത്തിട്ട് ചവിട്ടി അരക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയം നിയമസഭയിൽ വയനാട് MLA കൽപ്പറ്റ MLA ഉന്നയിക്കുകയും
ഈ വിഷയത്തിന് മറുപടി പറഞ്ഞ കേരളത്തിലെ വനം മന്ത്രി പറഞ്ഞത് ഞാൻ കേരളത്തിലെ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണെന്നാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല എന്ന് പച്ചയായി കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പറഞ്ഞ മന്ത്രിയാണ് നമ്മുടെ നാട്ടിൽ ഈ വനം വകുപ്പ് കൈകാര്യം ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു വകുപ്പ് മന്ത്രിയും വകുപ്പും അതിനു പറ്റിയ ഉദ്യോഗസ്ഥന്മാരുമുള്ള ഈ നാട്ടിൽ മനുഷ്യർ ഇന്ന് ഈ നേരിടുന്ന വിഷയത്തെ ഒന്നുകൂടി മനുഷ്യരെ പ്രയാസത്തിലാക്കുന്ന ഭേദഗതി ബില്ലാണ്, വനനിയമ ഭേദഗതി ബില്ലാണ് അസംബ്ലിയിൽ വരാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ജനങ്ങൾ, പത്രക്കാർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇതിലുണ്ടാകും.